എക്സോസിസ്റ്റ് 1971 പുറത്തിറങ്ങിയ വില്യം പീറ്റർ ബ്ലാറ്റിയുടെ നോവലിനെ അടിസ്ഥാനമാക്കി 1973 വില്യം ഫ്രീഡ്കിൻ ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ലോക സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന സിനിമ എന്നായിരുന്നു റിലീസായ സമയം മുതൽ ദി എക്സോസിസ്റ്റ് വിശേഷിപ്പിക്കപ്പെട്ടത്. തിയേറ്ററിൽ ഈ സിനിമ കണ്ടവരിൽ പലരും പേടിച്ച് ബോധം കെടുകയും ഛർദ്ദിക്കുകയും ഒക്കെ ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. റിലീസായ സമയത്ത് സമ്മിശ്ര പ്രതികരണങ്ങളായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചതെങ്കിലും ഒരു കൾട്ട് ക്ലാസിക് സിനിമയായി എക്സോസിസ്റ്റ് മാറി. മികച്ച ചിത്രത്തിനുള്ള ഓസ്കർ നോമിനേഷൻ നേടുന്ന ആദ്യ ഹൊറർ ചിത്രം കൂടിയാണ് എക്സോസിസ്റ്റ്. ദി ഒമൻ, പോൾട്ടർജിസ്റ്റ്, ദി ബ്ലെയർ വിച്ച് പ്രോജക്റ്റ് തുടങ്ങിയ ക്ലാസിക്കുകളെല്ലാം ഉണ്ടായത് എക്സോസിസ്റ്റിന്റെ പ്രേരണയിലാണ്. ഹൊറർ സിനിമകൾക്ക് ഭയം നിറച്ച ഒരു ചന്തമുണ്ട്, പ്രത്യേകിച്ച് ബാധ ഒഴിപ്പിക്കുന്നത് പോലുള്ള റിച്വൽസിന്. അത് നമ്മുടെ മണിച്ചിത്രത്തായാലും എക്സോസിസ്റ്റ് ആയാലും അങ്ങനെ തന്നെ. വലിയ സ്ക്രീനിൽ പേടിപ്പെടുത്തുന്ന ശബ്ദ പശ്ചാത്തലത്തിൽ ഒരു എക്സോസിസം പൂർത്തിയാകുമ്പോൾ ബാധ ഒഴിഞ്ഞ് ശാന്തരാകുന്നത് നമ്മൾ പ്രേക്ഷകർ കൂടിയാണ്. സിനിമയിലേക്ക് തിരിച്ചു വരാം. വില്യം പീറ്റർ ബ്ലാറ്റിയുടെ ഈ നോവൽ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളിൽ നിന്ന് ഇൻസ്പയർ ചെയ്തെടുത്തതാണെന്ന് സിനിമ ഫോളോ ചെയ്യുന്ന ചിലർക്കെങ്കിലും അറിയുമായിരിക്കും. ആ കഥയെക്കുറിച്ചാണ് പറയുന്നത്. സിനിമയിൽ ക്രിസ് മാക്നീൽ തന്റെ 12 വയസ്സുള്ള മകൾ റീഗന്റെ വിചിത്രമായ പെരുമാറ്റങ്ങൾ കണ്ട് ഭയപ്പെടുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് പറയുന്നത്. ഒരു ഓജോ ബോർഡ് കളിക്കുന്നതോടെയാണ് റീഗന്റെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. മകളുടെ ദേഹത്ത് കൂടിയ സൂപ്പർ നാച്ചുറൽ പവറിനെ പുറത്താക്കാൻ മാക്നീൽ 2 പുരോഹിതരുടെ സഹായം തേടുന്നു. ഇനി എഴുത്തുകാരൻ ബ്ലാറ്റിയുടെ കോളേജ് കാലത്തേക്ക് പോകാം. ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയാണ് ബ്ലാറ്റി. കോളേജിലെ ലൈബ്രറിയിൽ വെച്ച് ബ്ലാറ്റിയുടെ കയ്യിലേക്ക് ഒരു ആർട്ടിക്കിൾ എത്തുന്നു. ഒരു കൗമാരക്കാരന്റെ എക്സോസിസത്തെക്കുറിച്ച് വാഷിംഗ്ടൺ പോസ്റ്റിൽ വന്ന ഒരു ലേഖനമായിരുന്നു അത്. റോളണ്ട് ഡോ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഈ കൗമാരക്കാരൻ 1949 പ്രകടിപ്പിച്ച അസാധാരണ പെരുമാറ്റത്തെക്കുറിച്ചായിരുന്നു ലേഖനത്തിൽ പറഞ്ഞിരുന്നത്. റോളണ്ടിന്റെ കിടപ്പുമുറിയിൽ വസ്തുക്കൾ തനിയെ നീങ്ങുന്നതും ചുമരുകളിൽ പ്രത്യക്ഷപ്പെടുന്ന പോറലുകളും വിചിത്രമായ ശബ്ദങ്ങളെക്കുറിച്ചുമെല്ലാമായിരുന്നു ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് റോളണ്ടിന്റെ ഒരു ആന്റി മരണപ്പെട്ടിരുന്നു. റോളണ്ടിന്റെ പെരുമാറ്റത്തിലുണ്ടായ മാറ്റങ്ങളും ഭയപ്പെടുത്തുന്ന സംഭവങ്ങളുമെല്ലാം ആന്റി ടിലിയുടെ ബാധ മകനിൽ പ്രവേശിച്ചതാകാമെന്ന നിഗമനത്തിൽ റോളണ്ടിന്റെ അമ്മയെ എത്തിക്കുന്നു. സിനിമയിൽ മാക്ലീൻ ചെയ്തതുപോലെ മകന്റെ ബാധ ഒഴിപ്പിക്കാൻ റോളണ്ടിന്റെ അമ്മയും പുരോഹിതന്റെ സഹായം തേടുകയാണ്. ഫാദർ വില്യം ബൗഡനാണ് റോളണ്ടിനെ ചികിത്സിക്കാനായി എത്തുന്നത്. 2 മാസത്തിനിടയിൽ 30 എക്സോസിസം വില്യം ബൗഡൻ റോളണ്ടിൽ നടത്തുന്നു. ഒടുവിൽ റോളണ്ട് ബാധയിൽ നിന്ന് മുക്തനാകുന്നതും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതുമാണ് ആർട്ടിക്കിളിൽ ഉണ്ടായിരുന്നത്. എക്സോസിസത്തിൽ ഫാദർ വില്യം ബൗഡനൊപ്പം ഫാദർ വാൾട്ടൺ ഹല്ലോരാൻ, എഡ്വേർഡ് ഹ്യൂസ്, ഫാദർ റെയ്മണ്ട് ബിഷപ്പ് എന്നിവരും ഉണ്ടായിരുന്നു. വാഷിംഗ്ടൺ പോസ്റ്റിലെ ആ ലേഖനത്തിൽ റോളണ്ടിന്റെ എക്സോസിസത്തിന്റെ അവസാന ഘട്ടത്തെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: പുരോഹിതർ റിച്വൽസിന്റെ പാരമ്യതയിൽ എത്തുമ്പോഴെല്ലാം ആ കുട്ടി അലറിക്കൊണ്ട് ലാറ്റിൻ പദങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. 14 വയസ്സ് മാത്രമുണ്ടായിരുന്ന ആ കുട്ടി ജീവിതത്തിൽ ഒരിക്കൽ പോലും പഠിച്ചിട്ടില്ലാത്ത ഭാഷയാണ് ഉറക്കെ അലറിക്കൊണ്ടിരിക്കുന്നത്. റോളണ്ടിൽ നടത്തിയ എക്സോസിസത്തെക്കുറിച്ച് ഫാദർ ബൗഡനും റെയ്മണ്ട് ബിഷപ്പും വിശദമായി തങ്ങളുടെ ഡയറിയിൽ എഴുതിയിരുന്നു. ഈ കുറിപ്പുകളാണ് 20 വർഷങ്ങൾക്ക് ശേഷം നോവൽ എഴുതാനുള്ള ബ്ലാറ്റിയുടെ ഇൻസ്പിറേഷൻ. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും രസകരമായ സംഭവങ്ങൾ ചുരുളഴിഞ്ഞു തുടങ്ങി. ബാധ കയറിയെന്ന് പറയപ്പെടുന്ന റോളണ്ട് എന്ന കുട്ടി നാസ എഞ്ചിനീയറായ റോളണ്ട് എഡ്വിൻ ഹംഗ്ലർ ആണെന്ന് വെളിപ്പെട്ടു. 1969 ബസ് ആൽഡ്രിനെയും നീൽ ആംസ്ട്രോങ്ങിനെയും ചന്ദ്രനിലേക്ക് അയച്ച അപ്പോളോ ദൗത്യങ്ങളിലടക്കം പങ്കാളിയായിരുന്നു റോളണ്ട് എഡ്വിൻ ഹംഗ്ലർ. 2001 നാസയിൽ നിന്നും വിരമിച്ച ഹംഗ്ലർ പിന്നീട് വിശ്രമ ജീവിതം നയിച്ചുവെന്നും 2010 വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് മരണപ്പെടുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ എക്സോഷനെ കുറിച്ചുള്ള കഥകൾ ഒരു വശത്ത് നടക്കുമ്പോഴും ഹംഗ്ലർ ഒരിക്കൽ പോലും ഇത് അംഗീകരിച്ചിരുന്നില്ലെന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നത്. ന്യൂയോർക്ക് പോസ്റ്റിൽ ഹംഗ്ലറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറയുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ ഒരു പൊസഷൻ ഉണ്ടായിട്ടില്ല, എല്ലാം കെട്ടിച്ചമച്ചതാണെന്നും തനിക്കൊരു മോശം ബാല്യം ഉണ്ടായിരുന്നുവെന്നും മാത്രമാണ്. 1971 ബ്ലാറ്റ്ലി ദി എക്സോസിസ്റ്റ് നോവൽ പൂർത്തിയാക്കിയതിനു ശേഷം ഹംഗ്ലറിന്റെ ജീവിതം വീണ്ടും ചർച്ചയായി. യഥാർത്ഥ സംഭവങ്ങൾ എന്ന് പറഞ്ഞതെല്ലാം കെട്ടുകഥകൾ മാത്രമായിരുന്നോ, അതോ യഥാർത്ഥത്തിൽ ബാധ കയറലും ഒഴിപ്പിക്കലുമെല്ലാം ഉണ്ടോ എന്നങ്ങനെ ചർച്ചകൾ നീണ്ടു. ഈ ചർച്ച ഈ 2025 നടന്നുകൊണ്ടിരിക്കുന്നു. കഥകൾ എന്തായാലും വിദ്യാർത്ഥിയായിരിക്കെ ബ്ലാറ്റ്ലി വായിച്ച വാഷിംഗ്ടൺ പോസ്റ്റിലെ ലേഖനവും തുടർന്നുണ്ടായ നോവലുമൊക്കെയാണ് ദി എക്സോസിസ്റ്റ് എന്ന കൾട്ട് ക്ലാസിക്കിന്റെ പിറവിയിലേക്ക് നയിച്ചതെന്ന് മാത്രം നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. മറ്റൊരു കാര്യം സിനിമയുടെ ചിത്രീകരണ സമയത്തുണ്ടായ ചില സംഭവങ്ങളെക്കുറിച്ചാണ്. ഈ സിനിമയുടെ ചിത്രീകരണ സമയത്ത് വിചിത്രമായ പല സംഭവങ്ങളും നടന്നിരുന്നുവെന്നതാണ്. സെറ്റിൽ പലപ്പോഴായി അപകടങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അഭിനയിച്ചവരിൽ ചിലരുടെ മരണവും സെറ്റിൽ തീ പടർന്നതിനെക്കുറിച്ചുമെല്ലാം വാർത്തകളുണ്ടായിരുന്നു.
ചിത്രീകരണത്തിനിടയിൽ ഒരു പക്ഷി സർക്യൂട്ട് ബ്രേക്കറിൽ കുടുങ്ങിയാണ് അഗ്നിബാധയുണ്ടാകുന്നത്. ഇതിൽ സെറ്റിന്റെ ഭൂരിഭാഗവും കത്തിയമർന്നു. ഒരു സ്ഥലം മാത്രം ഒഴികെ. അത് സിനിമയിൽ ബാധ കയറുന്ന റീഗന്റെ മുറിയായിരുന്നു.